മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ദിവസേന രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത നീക്കത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിന്റെ ദിശ മാറ്റാൻ ശേഷിയുള്ള രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ ട്രംപ് എന്ത് തീരുമാനമെടുക്കും എന്നത് ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക സാഹചര്യങ്ങളെയും ഗൌരവമായി ബാധിക്കാൻ ഇടയുള്ളതാണ്. ഇറാനെതിരെ നിലവിലുള്ള എണ്ണ ഉപരോധം ശക്തമാക്കുമോ അതോ ഇളവ് നൽകുമോ, അതുമല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ നേരിട്ട് യുദ്ധത്തിൽ ഇറക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ വ്യക്തമായ മറുപടി നൽകാതെ തന്ത്രപരമായ അനിശ്ചിതത്വം നിലനിർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ ഒരിടത്തും സൈന്യത്തെ വിന്യസിക്കുന്നില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞെങ്കിലും അതിനൊപ്പം തന്നെ തന്റെ യഥാർത്ഥ തന്ത്രങ്ങൾ വെളിപ്പെടുത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആരോടും പറഞ്ഞു നടക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതിലൂടെ യുദ്ധരംഗത്ത് അപ്രതീക്ഷിത നീക്കങ്ങൾക്കുള്ള സാധ്യത തുറന്നുവെക്കുകയാണ് ട്രംപ് ചെയ്തതെന്നും വിലയിരുത്തപ്പെടുന്നു. ട്രംപ് തന്റെ പ്രസംഗത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന പല വിവരങ്ങളും വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നും യാഥാർത്ഥ്യം അതിൽ നിന്നും വ്യത്യസ്തമാണെന്നും പലരും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ പതിവ് രാഷ്ട്രീയ ശൈലിയുമായി ഒത്തുചേരുന്നതാണ്. തന്റെ പദ്ധതികൾ അവസാന നിമിഷം വരെ രഹസ്യമായി സൂക്ഷിക്കുന്ന സമീപനം. സംഭാഷണത്തിനിടെ തന്റെ ഭരണകാലത്തെ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം ട്രംപ് വിട്ടുകളഞ്ഞിട്ടില്ല. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ ശക്തിയെ അദ്ദേഹം വീണ്ടും എടുത്തുകാട്ടി. പ്രത്യേകിച്ച് ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന വാദമായിരുന്നു. ഡൗ ജോൺസ് സൂചിക 50,000 കടക്കുമെന്ന തന്റെ പ്രവചനം ആദ്യം പലരും സംശയത്തോടെയാണ് കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് 4 വർഷത്തിനുള്ളിൽ പോലും നടക്കില്ല എന്നാണ് വിമർശകർ പറഞ്ഞിരുന്നതെന്നും എന്നാൽ വെറും 1 വർഷത്തിനുള്ളിൽ തന്നെ ആ നേട്ടം കൈവരിച്ചെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് തന്റെ സാമ്പത്തിക നയങ്ങളുടെ വിജയമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതുപോലെ S&P ഇൻഡെക്സ് 7,000 കടന്നതും അദ്ദേഹം വലിയ നേട്ടമായി ചിത്രീകരിച്ചു. ഈ നേട്ടങ്ങൾ അസാധ്യമായി കരുതപ്പെട്ടിരുന്നുവെങ്കിലും തന്റെ ഭരണകാലത്ത് അത് യാഥാർത്ഥ്യമായെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായിരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത ഉയർന്നതായി താൻ തിരിച്ചറിഞ്ഞിരുന്നു. അതിനാലാണ് കർശന നിലപാടുകൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനെതിരെ ട്രംപ് കടുത്ത വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഇറാൻ ഭരണകൂടം ഇപ്പോൾ ദുർബലാവസ്ഥയിലാണ് എന്നും ആ രാജ്യം മിഡിൽ ഈസ്റ്റിനും ലോകത്തിനും വലിയ ഭീഷണിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിലയിരുത്തലിൽ മറ്റു പല രാജ്യങ്ങളും തനിക്കൊപ്പം നിൽക്കുന്നതായി ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം അമേരിക്കയുടെ ആഗോള സുരക്ഷാ ചുമതലകളെക്കുറിച്ചും ട്രംപ് ഒരു പ്രധാന ചോദ്യമുയർത്തി. എല്ലാവരെയും സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് എത്ര കാലം ഒറ്റയ്ക്ക് കഴിയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിലൂടെ സഖ്യരാജ്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഇതിന് ഉദാഹരണമായി ജപ്പാനെ ട്രംപ് പരാമർശിച്ചു. ജപ്പാന്റെ എണ്ണ ആവശ്യത്തിന്റെ ഏകദേശം 90% ഹോർമൂസ് വഴിയാണ് എത്തുന്നത് എന്നും ഈ പാതയുടെ സുരക്ഷ ഇപ്പോൾ അമേരിക്കയാണ് ഉറപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ ജപ്പാൻ ഇനി സ്വയം കൂടുതൽ സജീവമായി രംഗത്ത് എത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ട്രംപ് തന്റെ വിമർശനങ്ങളിൽ നാറ്റോയെയും UK-യെയും ഒഴിവാക്കിയിട്ടില്ല. നാറ്റോ സഹായിക്കാൻ തയ്യാറാണെങ്കിലും അവർ ഇപ്പോൾ വളരെ വൈകിയാണ് പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപാണ് സഖ്യരാജ്യങ്ങളുടെ സഹായം ആവശ്യമായിരുന്നതെന്നും വിജയത്തിന് ശേഷമല്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. ബ്രിട്ടൻ വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വിമർശനാത്മകമായി പ്രതികരിച്ചു. ഈ നീക്കങ്ങൾ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനകരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടൊപ്പം ഒരു നിർണായക വെളിപ്പെടുത്തലും ട്രംപ് നടത്തി. നെതന്യാഹു ഇറാന്റെ എണ്ണ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തരുതെന്ന് താൻ നിർദ്ദേശിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവനയിലൂടെ യുദ്ധത്തിന്റെ വ്യാപ്തി നിയന്ത്രിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്ന സൂചനയായി ഇത് കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ട്രംപിന്റെ സമഗ്രമായ സമീപനം ഇപ്പോഴും വ്യക്തതയില്ലാത്തതാണ്. ഒരു വശത്ത് അദ്ദേഹം നേരിട്ട് സൈനിക ഇടപെടൽ ഇല്ലെന്ന് പറയുമ്പോൾ മറുവശത്ത് തന്ത്രപരമായ നീക്കങ്ങൾ രഹസ്യമായി തുടരുന്നു. ഈ അനിശ്ചിതത്വം തന്നെയാണ് ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇതിനകം തന്നെ എണ്ണവില, ആഗോള വ്യാപാരം, സുരക്ഷാ സാഹചര്യങ്ങൾ എന്നിവയെ ബാധിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ അടുത്ത നീക്കം ഈ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുമോ അതോ ശമിപ്പിക്കുമോ എന്നതാണ് നിർണായകം. ഇറാനും മറ്റു രാജ്യങ്ങളും ട്രംപിന്റെ പ്രസ്താവനകൾക്ക് എങ്ങനെ പ്രതികരിക്കും എന്നതും ശ്രദ്ധേയമാണ്. ഒരു ഭാഗത്ത് ശക്തമായ മുന്നറിയിപ്പുകളും മറ്റൊരു ഭാഗത്ത് നയതന്ത്രപരമായ സൂചനകളും ഉൾക്കൊള്ളുന്ന ട്രംപിന്റെ സമീപനം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത നേടുമെന്നാണ് പ്രതീക്ഷ. ആകെ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇനി 2 രാജ്യങ്ങൾക്കിടയിലുള്ളതിലുപരി ആഗോള ശക്തി സമവാക്യങ്ങളുടെ പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഓരോ വാക്കും ഓരോ നീക്കവും ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.